ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഈവനിങ് വ്ലോഗാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു ഗാർഡനിങ് ഉണ്ട്, ചെറിയ രീതിയിലൊരു ഗാർഡനിങ് ഉണ്ട്. ഇതിനൊക്കെ ഗാർഡനിങ് എന്ന് പറയാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. അത്രയും നമ്മുടെയൊക്കെ ഗാർഡൻ എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് കേട്ടോ. ഒരുപാട് ചെടികളും ഒന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഇപ്പോൾ ഗാർഡനിങ് പരിപാടികളും ഒക്കെ ആയിട്ടാണ് കൂടിയിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടില് ഇങ്ങനെ നല്ല ഭംഗിയുള്ള 10 മണിപ്പൂക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചിട്ട് കുറച്ച് ചെടികൾ കൊണ്ടുവന്നു. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു കാലി ചട്ടി ഉണ്ടായിരുന്നു. പിന്നെ അതിലൊന്നും ചെയ്തില്ല, നേരിട്ട് അതിൽ കൊണ്ടുവന്നു കുത്തി വെച്ചു. അത്രേ ഉള്ളൂ കേട്ടോ പരിപാടികൾ. അപ്പോൾ അത് കുത്തുമ്പോൾ മോളാണ് എനിക്ക് സഹായിക്കാനുള്ളത്. പുള്ളിക്കാരത്തിയാണ് വീഡിയോ എടുക്കുന്നതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തുകൊണ്ട് വരുന്നതും ഒക്കെ പുള്ളിക്കാരത്തിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങള് ഈ വൈകുന്നേരം ആയിരിക്കും ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ മിക്കവാറും വൈകുന്നേരം ആയിരിക്കും. കാരണം മോർണിംഗ് ടൈമിൽ നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വൈകുന്നേരം ആയിരിക്കും ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചെടിയൊക്കെ ഏകദേശം കുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഒരു ചെടി പുഴക്കെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഇവിടെ നടക്കും കേട്ടോ. അതായത് ഞാൻ ഒരു പണി ചെയ്യാൻ എനിക്ക് കൂടെ ഒരാളുണ്ടെങ്കിൽ എനിക്ക് 4 പണിയാക്കി തരുന്ന പരിപാടിയാണ് ഉള്ളത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ചെറിയ സഹായങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്നെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അവളോട് പറയുന്നുണ്ട്, നമ്മുടെ ചെടികളുടെ ഫോട്ടോ ഒക്കെ എടുക്കുമെന്ന് പറയുന്നുണ്ട്. അത് വീണ്ടും എനിക്ക് തന്നെ പണിയായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് അത്യാവശ്യം ഞാൻ എൻ്റെ ചെടി കുത്തി വെക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് നേരെ ചട്ടി തിരിച്ചു വെച്ചു. തിരിച്ചു വെച്ച ശേഷം ഈ ചെടികളിലേക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വീട്ടിലെ ചമ്പ നല്ല പഴുത്ത് എല്ലാ കായും പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ഇപ്പൊ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വലുതായ ശേഷമാണ് ഇപ്രാവശ്യം കൊഴിയുന്നത്. മുമ്പ് അങ്ങനെ ഇത്ര വലുതായിട്ട് കൊഴിയാറില്ല. വളരെ ചെറിയ കായി തന്നെ അത് കൊഴിഞ്ഞു പോവായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, നല്ല വലുതായിട്ട് കൊഴിയുന്നുണ്ട്. വെള്ളത്തിന്റെ അഭാവം കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അറിയില്ല അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാരണം. അപ്പൊ സാർ കാണിച്ചു തരുന്നുണ്ട്, ഇങ്ങനെയാണ്, അതാണ്, ഇതാണ്, ഞങ്ങളുടെ ചെടികൾ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിരുന്നുണ്ട് കേട്ടോ. ഓരോ ചെടികളും എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഒരു പൂന്തോട്ടം ഇല്ല, അല്ലെങ്കിൽ ഒരു ഗാർഡൻ മേക്ക് ഓവർ ഒക്കെ ചെയ്യാനുള്ള സ്ഥലമുണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ കുറെ പരിമിതികളുണ്ട്. കാരണം പാരൻസിന് വലിയ താല്പര്യമുള്ള ഒരു ഏരിയ അല്ല ഗാർഡനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയാ, അവരുടെ മൈൻഡിന് അക്സെപ്റ്റ് ആവാത്ത, ഇപ്പൊ ഒരു പുല്ല് വിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ആ ഷീറ്റ് പോലത്തെ ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് അവർക്ക് വലിയ അക്സെപ്റ്റ് ആവില്ല. അപ്പൊ അവര് നമ്മൾ എവിടെയെങ്കിലും ബാൽക്കണിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ വെള്ളം ഇറങ്ങും അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോംപ്ലക്സ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാറില്ല. ഇവിടെ ആണെങ്കിലും നമ്മുടെ മണ്ണ് മാത്രം നല്ലതല്ല കേട്ടോ. പിന്നെ ഈ ചെടിയൊക്കെ ഫുള്ള് ആട് നിന്ന് നശിപ്പിച്ചിരിക്കണം. നിറയെ നന്നായി വളർന്നായിരുന്നു ഈ 10 മണിയൊക്കെ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതൊക്കെ. പക്ഷെ അതെല്ലാം ആട് കടിച്ച് എല്ലാം തിന്ന് അത് നശിപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഇത് ജറബറയാണ്. ഞാൻ തൃശ്ശൂർ പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ള ചെടിയാണ് കേട്ടോ ഇത്. ജറബറ എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് അതിന്റെ പൂക്കൾ. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കുന്നത് ജറബറയാണ്. അതുപോലെ ഇനിയൊരു ചട്ടി കൂടി ഉണ്ട് കേട്ടോ, നമ്മുടെ കയ്യിൽ വെച്ചതാണ്. ഇതിലൊക്കെ നമ്മുടെ ജമന്തി വെച്ചതാണ്. പക്ഷെ അത് ഉണങ്ങിപ്പോയതുകൊണ്ട് അതൊക്കെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ ഇനി ഇതുപോലെ എന്തെങ്കിലും ചെടികൾ വയ്ക്കാൻ നോക്കണം. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈവനിങ് വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.